ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹാലേലൂയ. ആവേ മരിയ. പരിശുദ്ധാത്മാവ് ഏറെ സ്നേഹിക്കുകയും വളർത്തുകയും നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാലോം ടെലിവിഷൻ ചാനലിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളിലേക്ക് വചന അഗ്നി കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ ഈ വചന അഗ്നിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏശയ്യായുടെ പുസ്തകം അധ്യായം 6 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 പറക്കാനുള്ളവയായിരുന്നു. 2 കൊണ്ട് മുഖം മറച്ചിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ സമയം സ്വർഗത്തിലേക്ക് വലിയൊരു ആരാധനയായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ, ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം ഉയർത്തിക്കൊണ്ട്, കർത്താവേ, പരിശുദ്ധാത്മാവേ, വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. കണ്ണും കാതും തുറന്ന് ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എപ്പോഴും കാതോർത്തിരിക്കുന്ന ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും അനുഗ്രഹിക്കണമേ, സമൃദ്ധമായിട്ട് വചനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ പുസ്തകം അധ്യായം 10 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഇടയനും ആടുകളും. സങ്കീർത്തനങ്ങൾ 23 നമ്മൾ 1-ാം വാചകത്തിൽ എപ്പോഴും പറയും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇവിടെ ഇടയനും ആടുകളും തമ്മിലുള്ള ആ ബന്ധം നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു 14 സിസ്റ്റർ ഇന്ന് അതിരാവിലെ പ്രാർത്ഥിക്കാനായിട്ട് സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിലെ ചാപ്പലിൽ ഇരുന്നപ്പോഴാണ് ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം. അതായത് യോഹന്നാൻ 10 1 മുതൽ നമുക്ക് എടുത്താൽ നമുക്ക് കാണാം, ഇടയനും ആടുകളും. അപ്പോൾ ആടുകൾ, യേശുവാണ് ഇടയൻ, യേശുവാണ് വാതിൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട്. യേശുവാണ് പാപമോചകൻ, യേശുവാണ് സൗഖ്യദായകൻ, യേശുവാണ് രക്ഷാദായകൻ, യേശുവാണ് വചനദായകൻ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പം നല്ല ഇടയൻ വാതിൽ തുറന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഈ വാതിലിലൂടെ ആടുകൾ കയറുന്നു. ആ ഒരു കാഴ്ചയാണ് ഇന്ന് സിസ്റ്റർ രാവിലെ ധ്യാനിക്കുമ്പോൾ കണ്ടുകിട്ടിയത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് ആ മണിക്കൂർ ഇരുന്നത്. അപ്പോൾ ആടുകൾ ഈ ഇടയൻ്റെ സ്വരം മാത്രം ശ്രവിക്കുകയാണ്. ആ ഒരു നേരിയ ചൂളം വിളി ഈ ആടുകൾ ശ്രവിക്കുക. അപ്പം ഈ ആടുകൾ എങ്ങനെയാവണം? ഇടയനാകുന്ന യേശുവിൻ്റെ സ്വരം കേട്ട് 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 അവർ വളരണം. എന്നാലാ ഇടയനാണോ അപരിചിതനാണോ നമ്മളെ വിളിക്കുന്നത് എന്നറിയാം. അപ്പം നമ്മൾ സ്വരം, വാക്കുകൾ, മൊഴികൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ ഒക്കെ പറയണത് എന്താണ്? വചനം. എല്ലാത്തിൻ്റെയും അപരനാമങ്ങളാണ് വചനം. അതിൻ്റെ അപരനാമങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ആടുകൾ ഈ വചനം കേട്ട് കേട്ട് ഇടയനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ ആ സ്വരം കേട്ട് അവർ പ്രവേശിക്കുന്നു. ഇനി ഇടയൻ മുൻപേ നടക്കുന്നു, ആടുകൾ പിൻപേ നടക്കുന്നു. അതെ, ഇടയൻ ആടുകൾക്ക് മുൻപേ നടക്കുന്നു, ആലയിൽ നിന്ന് ആലയിലേക്ക് വാതിലിലൂടെ കടത്തുന്നു, ആലയിൽ നിന്ന് വാതിലിലൂടെ പുറത്തേക്ക് നയിക്കുന്നു. സ്വരം തിരിച്ചറിയുന്ന ആടുകൾ ഇടയനെ മാത്രമേ ആടുകൾ അനുഗമിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ കിട്ടിയ സിസ്റ്റിനൊരു അനുഭൂതിയായിരുന്നു. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ, അല്ലെങ്കിൽ അപരിചിതരുടെ സ്വരം അറിയാത്തതിനാൽ. അപ്പോൾ അത് നമ്മൾക്ക് വരുമ്പോൾ ഭൗതികമായ ലോകത്തിലെ കാര്യങ്ങൾ, ഇപ്പോൾ സിനിമ, സീരിയൽ, ഡ്രാമകൾ, കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ സ്വരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ എന്തു പറ്റുന്നു? ഇടയൻ്റെ സ്വരം കേട്ട് കേട്ട് ഒരു തഴമ്പിക്കാന്ന് പറയില്ലേ, അത് മനസ്സിലാവണില്ല. അപരിചിത സ്വരമാണ് കൂടുതൽ താല്പര്യവും, ശരീരത്തിന് സുഖം, അത് നൈമിഷിക ഒരു സന്തോഷം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആത്മീയ ശുഷ്കതയിലേക്ക് നയിക്കുന്നു, ആത്മീയ വരൾച്ചയിലേക്ക് നയിക്കുന്നു. അപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിലെ ആദ്യ കാലങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ
കൊത്തിവെച്ച ഒരു വചനമുണ്ട്. ഇങ്ങനെ എപ്പോൾ ചോദിച്ചാലും നിങ്ങളോട് ഇപ്പോൾ സിസ്റ്റിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയണം. ഒന്ന് ആലോചിച്ച് ഏതായിരിക്കും എൻ്റെ വചനം ചിന്തിക്കാൻ ഇടവരരുത്. അത്രമാത്രം ഒരു വചനം നമ്മൾ കൊത്തിവെക്കുക എപ്പോഴും ഇഷ്ടപ്പെടണം. സിസ്റ്റിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് റോമ 9:17. റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 9 വചനം 17. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. ഇതാണ് സിസ്റ്റിൻ്റെ വചനം. പക്ഷേ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ, പഠന കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഈ വചനം അവിടെ ഉറങ്ങിക്കിടന്നു. ഇപ്പോൾ 10-12 വർഷമായിട്ട് ഈ വചനം ഭയങ്കര അഗ്നിയായി, അഭിഷേക അഗ്നിയായിട്ട്, കാറ്റായി, കൊടുങ്കാറ്റായിട്ട്, ആശ്വാസമായിട്ട്, തൈലമായിട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിയപ്പോൾ റോമ 9:17 2 ഭാഗമായിട്ടാണ് ആ പരിശുദ്ധാത്മാവ് സിസ്റ്റിനെ പഠിപ്പിച്ചത്. ഒന്ന്, ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും. നമ്മുടെ മിഷൻ ഇതാണ്. മർക്കോസ് 16:15. അത് അല്ലയോ വൈദികരെ, അല്ലയോ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞല്ല ഈശോ പറഞ്ഞത്, എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദ ഫസ്റ്റ് മിഷൻ, നമ്മുടെ ആദ്യത്തെ മിഷൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടയനും ആടുമായിട്ടുള്ള ബന്ധം വന്നിട്ട് നമ്മൾ ഇപ്പോൾ വചനത്തിൽ ഞാൻ എൻ്റെ നല്ല ഇടയനായ യേശുവിനെ എന്തുമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറകൾക്ക് ഞാൻ എന്തുമാത്രം കൈമാറുന്നുണ്ട്. എത്രമാത്രം യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിന് വേണ്ടി, വ്യക്തിപരമായ ബന്ധം മിക്ക കുടുംബങ്ങളിലും കൗൺസിലിങ്ങോടെ ഇപ്പോൾ സിസ്റ്റിന് വെളിപ്പെട്ട് കിട്ടുന്നത്. മിക്ക കുടുംബങ്ങളും പ്രിയപ്പെട്ടവരെ, ഫാമിലി പ്രയർ, കുടുംബ പ്രാർത്ഥനയുടെ തകർച്ച. ചെറിയ പ്രാർത്ഥന ചൊല്ലാം, നാളെ പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, നാളെ എനിക്ക് അസൈൻമെൻറ്റ് കുറേ സബ്മിറ്റ് ചെയ്യാനുണ്ട്, അമ്മാ ചെറിയ പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് വെച്ചാൽ ജപമാലയിലെ ഒരു രഹസ്യം ചൊല്ലുന്നതാണ് ചെറിയ പ്രാർത്ഥന. പിന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ. അത് ബൈബിൾ 5 പേരുണ്ടെങ്കിൽ 5 പേരും ബൈബിൾ പിടിച്ച് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ വട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ഒക്കെ ഉരുവിട്ടിട്ട് വേണം കുടുംബ പ്രാർത്ഥന ശക്തമാക്കണം. ഏറ്റവും അധികം നമ്മൾ മുടങ്ങുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. അത് ചെല്ലിയിലും കുഴപ്പമില്ല, ആരും പറയാൻ പോണില്ല, ആരും ഇപ്പോൾ കാണാൻ പോണില്ല. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ശക്തമാക്കണം. നിന്നെ നട്ട മുറ്റത്തെ ഇടവകയിലെ പരിശുദ്ധ കുർബാന ഏറ്റവും പരമപ്രധാനം. ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഇൻ ദ വേൾഡ് ഈസ് ഹോളി മാസ്. ആ പരിശുദ്ധ കുർബാനയ്ക്ക് നീ പോകണം. അങ്ങനെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വരുന്നൊരു വ്യക്തി ദൈവവചന കൈകളിൽ എടുക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമ്മളിപ്പോൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് സിസ്റ്റർ കുറച്ച് വചനങ്ങൾ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് അങ്ങനെ കാണാം. ഒരു ദിവസം സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ 2 രാജാക്കന്മാർ വായിച്ചു കഴിഞ്ഞ് 2 രാജാക്കന്മാർ കടന്നു. പ്രിയപ്പെട്ടവർ, അതിൽ സോളമൻ്റെ ജീവിതം അവസാനം വളരെ മോശമായിരുന്നു. പക്ഷേ സോളമൻ്റെ ജീവിതം ഒരുപാട് ഹൃദയസ്പർശകമായിട്ട് തോന്നി. സോളമൻ ഒരു ദിവസം ചിന്തിക്കുകയാണ്. സിസ്റ്റർ ഒരു ആത്മീയ അനുഭൂതിയിൽ, ഭാവനയിൽ കാണുകയാണ്. ആ ഭാഗമാണ് അന്ന് വായിച്ചത്. സോളമൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അപ്പൻ ദാവീദ് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായിരുന്നു. ദൈവകൽപ്പന കാക്കുന്നവനും ഒക്കെ ഭയങ്കര. സാവൂളിൽ ദുരാത്മാവ് ബാധിച്ചപ്പോൾ ദാവീദാണ് രക്ഷപ്പെടുത്തിയിരുന്നത്. അത്രയ്ക്ക് നല്ല വ്യക്തിയായിട്ട്, അഭിഷിക്തനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തി. പക്ഷേ തെറ്റുപറ്റി. ജീവിതാനുഭവങ്ങളിൽ വ്യഭിചാരം, കൊലപാതകം, അനുസരണക്കേട്, സെൻസസ് എടുത്തു അനുസരണക്കേട്, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു തിന്മ അതിനോട് ചേർന്ന് പാപം പെരുകി വരും. അതുകൊണ്ട് ഉടൻ പരിഹാരം ചെയ്യണം. ഇപ്പോൾ ഒരു പാപം ചെയ്താൽ ഉടനടി മുട്ടുകുത്തി ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥനയെങ്കിലും ചൊല്ലി അപ്പോൾ നമ്മൾ പരിഹാരം ചെയ്യണം. പാപപരിഹാരം, പാപബോധമില്ലായ്മ. അപ്പോൾ പാപപരിഹാരം ചെയ്യണം. ഈ സോളമൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എൻ്റെ അപ്പന് പറ്റിയ തെറ്റ് എനിക്ക് പറ്റാൻ പാടില്ല. തുടക്കം വളരെ നല്ലതായിരുന്നു. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന, സിസ്റ്ററിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധാത്മാ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന അനേകം മക്കൾ ഇതുപോലെ ഞങ്ങളും വചനം പഠിക്കും, വചനം പറയും, വചനം വായിക്കുകയൊക്കെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചില യുവതി യുവാക്കളെ സിസ്റ്റർ കൗൺസിൽ ചെയ്യുമ്പോൾ പറയണേ, സിസ്റ്റർ ഞങ്ങൾക്ക് ഭക്ഷണം പോലും വേണ്ട,
കുടിവെള്ളവും വേണ്ട. രാത്രി ഒന്ന് 10-10:30 കിട്ടിയാൽ മതി. 10:30 മൊബൈൽ പിടിച്ച് ഓണാക്കിയാൽ നേരം വെളുക്കോളം കാണാനുള്ളത് അതിലുണ്ടെന്നാണ് പറയണേ. ഇന്നിപ്പം മക്കളെ വളരെയധികം അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ അതിശക്തമാണ്. അതുകൊണ്ട് അവർ പറയാ 10:30 അപ്പനും അമ്മയ്ക്ക് ഉറങ്ങിയാൽ എല്ലാവരും ഉറങ്ങി, ഞങ്ങൾ പഠിക്കാൻ മുറിയിലേക്ക് കിടക്കണ പോലെ കിടക്കുന്നു, അസൈൻമെൻറ്റ് എഴുതാനുണ്ട്, പ്രോജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്, പറയുക റീസൺ ചെയ്യണത് മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ മറ്റത്, അങ്ങനെ കണ്ടിന്യൂസ് രാവിലെ നേരം വെളുക്കോളം കാണാമെന്ന്. പ്രിയപ്പെട്ടവരെ, 4 യാമങ്ങളിൽ നമ്മൾ 9 മണി കുടുംബ പ്രാർത്ഥന, കുടുംബം ഒരുമിച്ചുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള യാമങ്ങൾ മൃഗതുല്യ യാമമാണ്. മദ്യപാനികളായാലും മദ്യപാനം കഴിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു യാമം മൃഗതുല്യ യാമാണ് പിന്നെ നടക്കാൻ പോണത്. മൃഗങ്ങൾ കാട്ടിൽ നിന്ന് അഴിഞ്ഞാടി അവർ റോട്ടിലൂടെ നടന്ന് മനുഷ്യനെ ആക്രമിക്കുന്ന പോലെ ഈ മൊബൈലിലുള്ള എല്ലാതും നിങ്ങളുടെ ദൈവ പൈതലിൻ്റെ ശരീരം, യേശുവിൻ്റെ ദേവാലയമായ ശരീര സുഖങ്ങളിലൂടെ, നിമിഷ സുഖങ്ങളിലൂടെ നിങ്ങളെ ആക്രമിക്കുന്ന യാമമാണ് രാത്രി. വളരെയധികം ശ്രദ്ധിക്കണം. 9 മണിക്കോ 10 മണിക്കോ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ അപ്പനും അമ്മേരും മുറിയിൽ കൊണ്ട്, അപ്പോൾ അവർ പറയും അപ്പനും അമ്മ ഇതന്നെ കണ്ടുകൊണ്ടിരിക്കണം, അപ്പനേനെ കൊണ്ടുപോയിക്കാം മുറിയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധി പരമപ്രധാനമാണ്. വിശ്വാസം പരമപ്രധാനമാണ്. വിശ്വാസം നമുക്കുണ്ട്, പക്ഷെ വിശുദ്ധി അറ്റുപോവാണ്. വിശുദ്ധിയില്ലാത്ത ജീവിതം കണ്ട് എങ്ങനെ നമ്മൾ വചനം പഠിക്കും? എങ്ങനെ വചനം നമ്മൾ ജീവിക്കും? എങ്ങനെ വചനം പ്രശ്നത്തിന് പരിഹാരമാകും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് വരാൻ നമുക്ക് ഉപേക്ഷിക്കേണ്ടതൊക്കെ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളും വിശുദ്ധിക്കെതിരായിട്ട്, വിശുദ്ധ കുരിശിൻ്റെ രൂപം പിടിച്ച് ഈ ക്രൂശിത രൂപത്തിനെതിരായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ശരീരത്തിന് കൊടുക്കുന്ന സുഖങ്ങൾ ഇന്ന് ഞാൻ ഉപേക്ഷിക്കും. ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ഇതിലേക്ക് കടന്നു വരിക പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക്. ഒരിക്കൽ സിസ്റ്റർ, വളരെ വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം, ഈ ലോകത്തിൻ്റെതായ പഠനങ്ങളും ഈ ശുശ്രൂഷകളും നല്ല എനിക്ക് കർത്താവെ റോമ 9:17 ഉറങ്ങിക്കെടുക്കുക ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ തന്നെ സഭയിൽ, കർമ്മല സഭയിൽപ്പെട്ട ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ കണ്ടത്. ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ശക്തമായ പ്രചോദനം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ദൈവം എന്നോട് പറയണത്. എന്നോട് റോമ 9:17 പറഞ്ഞിട്ട് ഇതിനു വേണ്ടി സ്വർഗത്തിന് ആത്മാക്കളെ നേടണം, ഒരു വിശുദ്ധയാകണം, സ്വർഗത്തിന് ആത്മാക്കളെ നേടണം, ആത്മരക്ഷ, മറ്റുള്ളവരുടെ ആത്മരക്ഷ, സ്വന്തം ആത്മരക്ഷ, സ്വന്തം വിശുദ്ധി, മറ്റുള്ളവരുടെ വിശുദ്ധി, ലീഡ് അതേഴ്സ് ടു ഹോളിനെസ്, ബി ഹോളി, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ മടത്തി ചേർന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് വ്യതിചലിച്ചു പോയി. എനിക്കിനി ദൈവവചനം പ്രസംഗിക്കണം, ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കയറി ചെന്നത്. അപ്പോൾ ആ അസിസ്റ്റന്റ് ഡയറക്ടർ കുറച്ച് മെസ്സേജ് എടുക്കണം സിസ്റ്റർ. ആൾ കണ്ണടച്ച് കുറച്ച് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കാർമൽ സിസ്റ്ററെ, ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെളുത്ത സ്ക്രീൻ. ആ വെളുത്ത സ്ക്രീനിൽ തിരുരക്ത കളറ്, റെഡ് കളറിൽ വചനം എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ ശുശ്രൂഷ ഇവിടെയല്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിന് മാസത്തിൽ ഒരാഴ്ച ധ്യാനം കൊടുക്കണ ഒരു സ്ഥലമാണ്, ഇംഗ്ലീഷ് മലയാളം. പക്ഷേ സിസ്റ്റർ ഇവിടെ നിന്ന് കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് നിന്നാൽ സിസ്റ്റിനെ കെട്ടിയിട്ട പോലെയാവും. കെട്ടിയിട്ട് കഴിഞ്ഞാൽ എത്ര ഉയർന്ന് പറക്കേണ്ട പക്ഷിയായാലും പക്ഷിയുടെ കാലും ഒരു നൂലുകൊണ്ട് കെട്ടിയ യോഹന്നാൻ ക്രൂസ് പറയാം, ആ പക്ഷിക്ക് പിന്നെ ഉയർന്ന് പറക്കാൻ സാധിക്കില്ല. നൂല് ഒരു ബന്ധനമാണ്. അപ്പോൾ ഇവിടെ കെട്ടിയിട്ടാൽ സിസ്റ്റർ ഈ ആഴ്ച മുഴുവൻ ഇവിടെ നിൽക്കണം, എപ്പോഴും ഇവിടെ ഉണ്ടാവണം. പക്ഷേ സിസ്റ്റർ ഉയർന്ന് പറക്കേണ്ട ഒരു വ്യക്തിയാണ്, 10,000ങ്ങളുടെ മുൻപിൽ മൈക്ക് പിടിച്ച് നിൽക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് സിസ്റ്റർ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ ശരിയാവില്ല എന്ന് വളരെ ഇതിൽ സന്തോഷത്തോടെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ റോമ 9:17 അന്വർത്ഥമാകാത്തത് കൊണ്ട് എൻ്റെ മനസ്സിലൊരു നിരാശ വന്നുകൂടി, ഒരു അന്ധകാര ഇരുട്ട് പോലെയായി എനിക്ക്. എന്താണ് ഇത് സാധിപ്പിച്ച് തരാത്തത്? അങ്ങനെ നമുക്ക് അന്നറിയില്ല, പരിശുദ്ധാത്മാവ് ഒരുക്കി കൊണ്ടുവരികയാണ്. ഒരുക്കി കൊണ്ടുവന്നാലാണ് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് അന്നറിയില്ലായിരുന്നു. ഇന്ന് മനസ്സിലായി, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയായിരുന്നു, ഒരുക്കുകയായിരുന്നു. ഇന്ന് റോമ 9:17 സിസ്റ്ററുടെ ജീവിതത്തിലൂടെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണെന്ന് 100% പറയാൻ സാധിക്കും. മറ്റൊന്നിലും ഇടപെടാറില്ല. ദൈവവചനം, അതിന് പറ്റിയ പ്രൊവിൻഷ്യാളമ്മമാരെയൊക്കെ തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഈ സോളമൻ എന്ത് പറ്റിയെന്ന് പറയാം. അവനിങ്ങനെ തീരുമാനിച്ചു, എൻ്റെ അപ്പന് തെറ്റുപറ്റി, എനിക്ക് പറ്റാൻ പാടില്ല. ഞാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് 1000 ദഹനബലി അർപ്പിച്ചിട്ടേ ഭരണം ഏറ്റെടുക്കുള്ളൂ.
അങ്ങനെ 1000 ദഹനബലി, ഇപ്പം നമ്മൾ 1000 കുഞ്ഞാടിനെയൊക്കെ കൊന്നിട്ട് ഈ ദഹനബലി കുറച്ച് കഷ്ടതയാണ്, കുറേ സമയമെടുക്കും. പ്രിയപ്പെട്ടവരെ, 1000 ദഹനബലി പൂർത്തിയാക്കണമെന്ന് എന്ത് സംഭവിച്ചു? സിസ്റ്ററുടെ മുന്നിലിരിക്കണം, നിങ്ങൾ പറയേ, എന്താണ് സംഭവിച്ചത്? ദൈവം പ്രത്യക്ഷപ്പെട്ടു. സോളമൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സോളമനോട് ചോദിച്ചു, ശരിക്കും പ്രത്യക്ഷപ്പെടാ. അപ്പൊ ദൈവത്തെ മുൻപിൽ കൺകണ്ട മനുഷ്യൻ സോളമൻ രാജാവ്. അപ്പോൾ അന്ന് നല്ല ഹൈലി സ്പിരിച്വലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആള് വീടോ മാളിയോ കാലാൾപ്പടയോ കുതിരപ്പടയോ തേരാൾപ്പടയോ ഒന്നും ചോദിച്ചില്ല. ആൾ എന്ത് ചോദിച്ചു? എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വിശാലവും അതുപോലെ സമുദ്രത്തിട്ടയിലെ അല്ലെങ്കിൽ ഭൂമിയിലെ മണൽത്തരി പോലെ വിശാലവുമായ അങ്ങയുടെ ജനത്തെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനം തരണമേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്ക് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്തും ചോദിക്കാം. ഇത്രേ ചോദിച്ചുള്ളൂ. അന്ന് നല്ല സ്പിരിച്വലാണ്. അപ്പം നമ്മുടെ പോലെ രണ്ട് മാളിക വീട് വേണം, കാറ് വേണം, ജോലി വേണം, UK പോകണം, ഓസ്ട്രേലിയ പോകണം, ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജ്ഞാനവും വിവേകവും ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് എല്ലാ ഐശ്വര്യവും സമ്പന്നതയും സോളമന് കൊടുത്തു. അനേകം ദക്ഷിണദേശത്തെ രാജ്ഞിയടക്കം വിദൂര ദിക്കുകളിൽ നിന്ന് സോളമൻ്റെ ജ്ഞാനം തേടാൻ ജനം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ രാജ്ഞി, അങ്ങനെ ഒരുപാട് സോളമനെ അനുഗ്രഹിച്ചു കർത്താവ്. ഇങ്ങനെ വന്ന് നമുക്കിവിടെ വെച്ച് നിർത്താം. പിന്നെ സോളമൻ്റെ അധപതന ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സോളമൻ ഇങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ഞാടിനെ കൊന്ന് ബലിയർപ്പിക്കാൻ പറ്റില്ല ദൈവത്തിന്, അത് ഈ കാലഘട്ടത്തിൽ ഇല്ല. അപ്പോൾ ഇതിൽ നിന്നൊരു വചനമെടുത്ത് 1000 തവണ പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ 1000 തവണ എഴുതിയാലോ, അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പോഴാണ് വെളിപാട് 1:3 അത് കിട്ടിയത്. ജെറമ്യ 30:3 കിട്ടി. അതായത് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തക ഫലകത്തിൽ എഴുതുക. അങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഓരോ വചനം 1000 തവണ പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്ക് വചനം മനഃപ്പാഠമാകും, ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ കുറേ വചനങ്ങൾ പരിശുദ്ധാത്മാവ് സിസ്റ്ററുടെ ഈ ബുദ്ധി മാത്രം ഉപയോഗിക്കുന്ന തലമണ്ടയിൽ വിശ്വാസം നിറച്ചിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന ചില വചനങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 127:1 സങ്കീർത്തനങ്ങൾ 127:1 എന്താണ്? കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. പിന്നീട് നമുക്കറിയാം, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കൊഴിക്കുന്ന, അതല്ല, ഇത് മാത്രം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി വചനം പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനങ്ങൾ 127:3. ഇനി സാമ്പത്തിക മേഖലയിൽ ഒരുപാട് വിഷമിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ജോലിയില്ലാതെയൊക്കെ തകർച്ചയിലാണ്. സാമ്പത്തിക തകർച്ച, കടക്കെണി, വീട് ജപ്തി, പിന്നെ ഈ വ്യാപാരം ഒന്നും മുന്നോട്ട് പോകുന്നില്ല അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 11:22 കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. സുഭാഷിതങ്ങൾ 8:21 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് സമ്പന്നരാക്കുന്നു, അവരുടെ ഭണ്ഡാരം കലവറ നിറയ്ക്കുന്നു. ഇനി പഠിക്കുന്ന കുട്ടികൾ, ഈ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് പറ്റി? ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗ്രഹണശക്തി എല്ലാം നശിച്ചുപോയി. ഒരു 5 മിനിറ്റ് ഏകാഗ്രമായിട്ട് ഈ പുസ്തകം പിടിച്ചിരിക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. പഠിക്കുന്ന വിഷയം അപ്പോഴേക്കും അവരുടെ ശ്രദ്ധ പതറി, കോൺസെൻട്രേഷൻ ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികൾ നെഹമ്യ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഈ ഒരു വചനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അനേകം അമ്മമാർ സിസ്റ്ററിനോട് ഷെയർ ചെയ്തു. സ്വർഗത്തിൻ്റെ ദൈവം. ഇനി അതിൽ തന്നെ സുഭാഷിതങ്ങൾ 21:31 യുദ്ധത്തിന് വേണ്ടി കുതിരയെ ഒരുക്കി നിർത്തുന്നു, കർത്താവാണ് വിജയം നൽകുന്നത്. യുദ്ധത്തിന് വേണ്ടി കുതിരയെ ഒരുക്കി നിർത്തുന്നു, വിജയം നൽകുന്നത് കർത്താവാണ്. സെഫാനിയ 3:17 അതിൽ കൂടെ നമുക്ക് ചേർക്കണ വചനം. അതായത് നിനക്ക് വിജയം നൽകുന്ന കർത്താവ് യോദ്ധ മധ്യയുണ്ട്. അങ്ങനെയുള്ള കുറേ വചനങ്ങളുണ്ട്. വീണ്ടും നമുക്ക് രോഗം ഒരു ഭയങ്കര പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ.
രോഗത്തിൻ്റെ ദൈവവചനം യാക്കോബ് 5:15. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ജ്ഞാനം 16:12. അതെല്ലാവർക്കും അറിയാവുന്നതാ, പക്ഷെ കൊട്ടേഷൻ പറയാൻ കിട്ടണില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. മരുന്നോ ലേപന ഔഷധമോ എല്ലാവർക്കും അറിയാം. പക്ഷെ കൊറോണ കാലങ്ങളിൽ സിസ്റ്ററിൻ്റെ കോൺവെന്റിൽ കുറേ പേർക്ക് കൊറോണ വന്നു, സിസ്റ്ററിന് വന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം തന്നിട്ട് പറഞ്ഞു, എല്ലാ വീടുകളിലും ബാക്ക് ഡോറിൽ ഇത് എഴുതി വെക്കാൻ പറഞ്ഞു. വീടിൻ്റെ പിൻവാതിലിൽ. ഏതാണത്? ജ്ഞാനം 16:10. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഞാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം സിസ്റ്റർ ഒരുപാട് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ വചനം ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പിൻഭാഗത്ത് എഴുതി വെക്കുക. പ്രാർത്ഥനാ മുറിയിൽ എഴുതി വെക്കാൻ വചനം തന്നു. 2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ ഫ്രണ്ട് ഡോറിൽ പ്രാർത്ഥനാ മുറിയിൽ 2 മക്കബായർ 8:18, പിൻഭാഗത്ത് ജ്ഞാനം 16:10. ഇങ്ങനെ അസാധ്യ കാര്യങ്ങളുടെ വചനം. ലൂക്ക 18:27. ഇതൊരു അമ്മച്ചിക്ക് സിസ്റ്റർ തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തു. ആ അമ്മച്ചിയോട് പറഞ്ഞു, ഈ മാസം 2 കാര്യം നടക്കുന്നു. ഈ വചനം കൊണ്ടുപോയി വീട്ടിലൊട്ടിച്ചു. വിറക് കീറുമ്പോഴും വെള്ളം കോരുമ്പോഴും ഒക്കെ അമ്മ 33 തവണ, ഈശോയുടെ തിരുവയസ്സിൻ്റെ 33 തവണയല്ല, അനേകം തവണ ഈ അമ്മ ഉരുവിട്ടു. എന്തായിരുന്നു പ്രശ്നം? മൂത്ത മകന് 40 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ മകന് 38 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല, മൂന്നാമത്തെ മകൾ 25 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല. 2 കാര്യം നടക്കുന്നു സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ വചനം അങ്ങ് ചൊല്ലി തുടങ്ങി. എന്നിട്ട് പിന്നത്തെ മാസം സിസ്റ്ററിനെ കണ്ടിട്ട് പറഞ്ഞു 2 കാര്യങ്ങളും നടന്നു. ആദ്യത്തെ മോൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു രണ്ടാമത്തെ മകന് പറ്റിയ ഒരു പെൺകുട്ടി ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ അടുത്തുണ്ടെന്ന്. 2 കാര്യവും നടന്നു. എന്താ ചെയ്തേന്ന് ചോദിച്ചു ഞാൻ ഈ അമ്മച്ചിയോട്. അപ്പം അമ്മച്ചി പറയാ, സിസ്റ്ററെ ഞാൻ 33 തവണയല്ല ഈ വചനം, അസാധ്യ കാര്യങ്ങളുടെ വചനം ഉരുവിട്ടത്. അടുക്കളയിൽ ഒട്ടിച്ചു വെച്ചിട്ട് എല്ലാ പണി ചെയ്യുമ്പോഴും വായിൽ നിന്ന് പത വരുവോളം ഞാൻ വചനം ചൊല്ലിക്കൊണ്ടേയിരുന്നു. എത്ര പ്രഭാഷകൻ 16:10. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. റോമ 9:6. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ജോലിയുടെ വചനം ഏശയ്യ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ താർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും. വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം, ഒരുപാട് ശക്തി കിട്ടും. ഇപ്പം സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം മക്കളുടെ ബുദ്ധിയിലേക്ക് വിശ്വാസം കൊണ്ട് പരിശുദ്ധാത്മാവ് വചനം, സിസ്റ്ററിനോട് വെള്ള സ്ക്രീനിൽ വചനം എന്നാണ് എഴുതി കാണിച്ചത്. ഈ ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്ററിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഇന്ന് വചനം എല്ലായിടത്തും, പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം തന്നു. നിങ്ങൾക്കും ആ ഭാഗ്യം കിട്ടട്ടെ. എല്ലാ വചനങ്ങളും സിസ്റ്റർ പറഞ്ഞത് മുഴുവനും നിങ്ങൾ എഴുതി വെക്കണം. എല്ലാറ്റിനും വേണ്ടി സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു എന്നാണ് കരുതുന്നത്. ഇനി വചനങ്ങൾ, ഈ വിശുദ്ധ ബൈബിൾ നിങ്ങൾ തുറന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. സിസ്റ്ററിൻ്റെ തുടക്കം സിസ്റ്റർ പറഞ്ഞു, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോട്ട് ബുക്ക് വെച്ച് പേന വെച്ച് സിസ്റ്റർ ബൈബിൾ മുറിയുടെ ഒരു മുക്കിൽ പുല്ലുപായ ഇട്ട് അതിലിരുന്നിട്ട് എന്നും ഒരു കൃത്യസമയം വചനം വായിക്കാൻ നമുക്കുണ്ടാവണം. മൊബൈൽ നന്നായി കൺട്രോൾ ചെയ്യണം. എന്നാൽ ആത്മനിയന്ത്രണത്തോടെ വേണം, വിശുദ്ധിയോടെ വേണം, വിശ്വാസത്തോടെ വേണം. വിശുദ്ധ ബൈബിൾ നമുക്ക് എല്ലാവരെയും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹെബ്രായർ 4:12. ഈ വചനം 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം. വലിയ കൊള്ളമുതൽ ലഭിച്ചവനെ പോലെ ഒരു വചനം കിട്ടിയപ്പോൾ ഞാനതിൽ ആനന്ദിച്ചു. വചനം പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാണ്. ഇതൊക്കെ സങ്കീർത്തനങ്ങൾ 119 പറയുന്നത്. പാപം ചെയ്യാതിരിക്കാൻ അധരങ്ങളിൽ ഞാൻ വചനം സൂക്ഷിച്ചു. കർത്താവ് പറയുന്നു, ഈ വചന നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നു. കൈക്കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാവംശത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. വചന അഗ്നി, വചന പെരുമഴ കുടുംബത്തും വ്യക്തികളിലും ആശ്രമങ്ങളിലും ദേശം മുഴുവനിലും വചനം പതിക്കട്ടെ. ഏശയ്യ 55:10-11 പറയുന്നത് പോലെ ആകാശത്തിൽ നിന്ന് മഴയും മഞ്ഞും ഭൂമിയിലേക്ക് വരുന്നു.
അത് അങ്ങോട്ട് തിരിച്ചു പോകാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ കിളിർപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം നൽകുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും തിരിച്ചു പോകാതെ ഉദ്ദേശിച്ച കാര്യം സാധിപ്പിച്ചു തരുന്നു. അത് വിജയപ്രദമായി ചെയ്യുന്നു. വിചാരിച്ച ദൗത്യം നിർവഹിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളുടെ അഭിഷേകം കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.